നമുക്ക് ലോകത്തൊന്നും ഇല്ലാത്തൊരു സെറ്റിൽമെന്റ് ഒരിക്കലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിവോഴ്സ് കൊടുക്കാൻ പറ്റില്ല. സത്യമാണ്. ദൈവാനുഗ്രഹിച്ച് ഇപ്പോൾ ഡിവോഴ്സ് ഒക്കെ ആയി മാറി നിൽക്കുകയാണ്. ആ സെറ്റിൽമെന്റ് കഴിഞ്ഞിട്ടുമാണ് എന്നെക്കുറിച്ച് റീസെൻ്റ് ആയിട്ട് ഇപ്പോഴും ഇങ്ങനെ ഒരു മകനെ നോക്കുന്നില്ല എന്നും പറഞ്ഞ്. ഇൻഫാക്ട് പുള്ളിക്കാരത്തെയും ഒരു യൂട്യൂബ് വീഡിയോയുടെ അടിയിൽ പോയി കമൻറ്റ് ചെയ്ത് ഞാൻ കണ്ടു. എന്താണ് ഈ മാസത്തെ പൈസ എന്താ വരാൻ ലേറ്റായി. അത് ലേറ്റായെന്ന് പറഞ്ഞാൽ ഞാൻ കാണാൻ പോയ ദിവസത്തെ കഥ യൂട്യൂബേഴ്സിന് കൊടുത്തതുകൊണ്ടാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് എഗ്രിമെൻറ്റിലുള്ള കാര്യമാണ്, പൊതുവേദികളിൽ സംസാരിക്കരുന്നുള്ള. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ഹോൾഡ് ചെയ്തു, എൻ്റെ അഡ്വക്കേറ്റിൻ്റെ അഡ്വൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അതിനുശേഷം ഞാൻ ഇപ്പം മകനെ സ്കൂളിൽ ചേർത്തു. ഏത് സ്കൂളാണെന്ന് വെച്ചിട്ട് പറയുന്നില്ല. ഓക്കെ, എന്ത് കോഴ്സാണ്, എന്താണ് അവന് ചെയ്യുന്നത്. ഇപ്പം മകന് ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് പറയുന്നു. എന്ത് ട്രീറ്റ്മെൻറ്റ്? തെറാപ്പി, സ്പീച്ച് തെറാപ്പിയാണ് ചെയ്യുന്നത്. എവിടെയാണ് ചെയ്യുന്നത്? എത്ര കാലഘട്ടമുണ്ട് ഈ തെറാപ്പിക്ക്? ഈ ഇൻഫോർമേഷൻസ് ഒന്നും എനിക്കില്ല. അതൊക്കെ ഞാൻ പറഞ്ഞു. ഞാൻ വേറൊരു കാര്യം ചെയ്യൂ, സ്കൂളിലെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എനിക്ക് തരൂ. മുഴുവൻ തുകയും ഞാൻ അടച്ചോളാം, ഫുൾ ഫീസും ഞാൻ അടച്ചോളാം. ഇതാണ് ഞാൻ പറയുന്നത്, മൊത്തം ഞാൻ അടച്ചോളാം. അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇല്ല, ആ അക്കൗണ്ടിലേക്കാണ്, ഞങ്ങളുടെ അക്കൗണ്ടിൽ അയച്ചാൽ മതി കാശ്. ഇതൊക്കെയാണ് പാരലൽ വേൾഡിൽ നടക്കുന്നത്. പക്ഷെ ഇതൊന്നും ഞാൻ വന്നിരുന്നു ഇപ്പം ഞാൻ വീണ എടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വീണ പറഞ്ഞ ഒരു കാര്യം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തിനാണ് ഒരു പുകമടത്തിനിടയിൽ ജീവിക്കുന്നത്?